ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ടാരോ ക്ലാസ് കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. താല്പര്യമുള്ളവർ എത്രയും വേഗം പറയാം. എനിക്ക് February 4th വരെ ഞാൻ ബുക്കിങ്സ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ 1 more week നിങ്ങൾക്ക് ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലാസ് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരെയും ആഡ് ചെയ്യില്ല. ഓക്കെ, കാരണം അത് ശരിയാവില്ല. ഒരു ഫ്ലോയിൽ എനിക്ക് പോകാൻ പിന്നെ ഇടയിൽ കൂടെ ഞാൻ മറ്റേത് ആദ്യം പഴയത് റിപ്പീറ്റൊക്കെ ചെയ്യേണ്ടി വരും. സോ ശരിയാവില്ല. സോ February 4th മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കൂടി പഠിച്ചെടുക്കാം ഇതെങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഹെൽപ്ഫുൾ ആവട്ടെ എല്ലാവർക്കും. ആൻഡ് അതിൻ്റെ കൂടെ കുറച്ച് നിങ്ങൾക്ക് പറ്റുന്ന ഗൈഡൻസ് ഒക്കെ ഞാൻ തരാൻ ശ്രമിക്കാം. സോ എനിവേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. അത് 2 പൈൽ വെച്ചു ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് പൈൽ ഡോഗ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് പൈൽ നമ്മുടെ യെല്ലോ ഡക്ക്. ഓക്കെ, തീരുമാനിച്ചോളൂ ഏതാ വേണ്ടതെന്ന്. അധികം ലോങ് റീഡിംഗ് അല്ല, ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് എന്താണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ പൈൽ 1 എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ഡോഗ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്? ഓക്കെ, 5 wands, 5 swords and empress. വെരി ഗുഡ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ചില ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ആ ബ്ലോക്കേജസ് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ പറയാം. കോൺഫ്ലിക്ട്സ് ആൻഡ് കോമ്പറ്റീഷൻ രണ്ടുമുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് എന്താ പറയുക, നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാക്കുക ഒന്നാമത്തത്. ഓക്കെ, അത് ഗോസിപ്പായിരിക്കാം, മറ്റുള്ളവർ ഗോസിപ്പ് ചെയ്യുന്നതായിരിക്കാം, ഓരോരുത്തർ ഓരോ ഒപ്പീനിയൻ പറയുന്നതായിരിക്കാം, ക്ലാഷ് ഓഫ് ഒപ്പീനിയൻ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്ന രീതിയിൽ വേറെ ആരും അഗ്രി ചെയ്യില്ല, അപ്പോൾ കോൺഫ്ലിക്റ്റും വരും. ഓക്കെ, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയാം. മറ്റുള്ളവർ നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടില്ല എന്ന് പറയാം. ഓക്കെ, ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാവരും നിങ്ങളെ എതിർത്ത് നിൽക്കുക. പല കാര്യങ്ങളും ആവാട്ടോ. ഇതിപ്പോൾ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ, നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കാം, മാരേജിൻ്റെ കാര്യമായിരിക്കാം, റിലേഷൻഷിപ്സിൻ്റെ കാര്യമായിരിക്കാം, എന്തുമാവട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലായാലും ജോലി സ്ഥലത്തായാലും ഒക്കെ നിങ്ങൾ കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത് കാരണം നിങ്ങളുടെ വളർച്ച നിന്നുപോയ പോലെ, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളുണ്ട്, പക്ഷെ അതിനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾ ഒരുപാട് ഒപ്പോസിങ് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കോൺഫ്ലിക്ട്സും കോമ്പറ്റീഷനും ഒക്കെ ഫേസ് ചെയ്യുന്ന പോലെ. ഓക്കെ, അതിനെയൊക്കെ എതിർത്ത് നിങ്ങൾ ട്രൈ. പിന്നെ ചില സമയത്ത് മറ്റുള്ളവരുമായിട്ട് ഒപ്പീനിയൻ ഡിഫറൻസ് വരിക, അപ്പോൾ അവിടെ ഫൈറ്റ്സ് ഉണ്ടാവുക എന്ന രീതിക്ക് കോൺഫ്ലിക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയാറുണ്ട്, ദറ്റ് ഐ തിങ്ക് എന്തായാലും പോട്ടെ, ഇവിടെ നിങ്ങളുടെ ഗ്രോത്ത് തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ബട്ട് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ്. നിങ്ങളുടെ ഗിഫ്റ്റ്, നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊന്ന് മാറാൻ തുടങ്ങും എന്ന രീതിയിലാണ്. ആക്ച്വലി എംപററും ഉണ്ട്, എംപ്രസ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. സോ നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഗ്രോത്ത് ആണ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ശരി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് അതും 2 തരത്തിലും പറയാം. ഒന്ന്, നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കുറച്ചുകൂടി സോഫ്റ്റർ സൈഡ് പുറത്തു വരും. ഓക്കെ, ആദ്യം ഐ തിങ്ക് നിങ്ങൾ ഇതിനൊന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കും. ഓക്കെ, എല്ലാവരുമായിട്ട് തമ്മിലൊന്ന് യോജിപ്പിൽ പോകാൻ വേണ്ടി നിങ്ങളൊരു കോംപ്രമൈസ് ആക്ച്വലി ടെമ്പറൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, നിങ്ങളത് കോംപ്രമൈസ് കൊണ്ടുവരാൻ ശ്രമിക്കും. നിങ്ങൾ വളരെ മെച്യൂർഡായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് യൂസ് ചെയ്ത് നിങ്ങൾ മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അതായത് സ്നേഹത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടി ചേർത്ത് നിർത്തി അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അത് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾക്ക് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, ആ പവറിലേക്ക് വന്ന് നിങ്ങൾ മറ്റുള്ളവരെ കൂടി നിങ്ങൾ പറയുന്നത് അഗ്രി ചെയ്യാനും നിങ്ങൾ പറയുന്നതിന് ചേർന്ന് പോകാനും, ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ കൂടെ കൂട്ടി എന്താ പറയുക, ചേർത്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയും. ഓക്കെ, ഒരു ലീഡറായിട്ട് നിങ്ങൾ നിൽക്കും അവിടെ. ഓക്കെ, ഈ കോൺഫ്ലിക്ട്സും ഇതും മാറ്റാൻ ഐ തിങ്ക് നിങ്ങൾ ഫൈനലി നിങ്ങളായിട്ട് തന്നെ ഒന്ന് ഒരു ലെവൽ അപ്പ് ആവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ ഈ സ്റ്റക്ക് സിറ്റുവേഷൻ ഒന്ന് മാറും. ഓക്കെ, നിങ്ങൾക്കൊരു കോംപ്രമൈസിൽ എല്ലാവരെയും കൊണ്ടുപോകാൻ സാധിക്കും, ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ വളരെയധികം പക്ഷേ ഇത് കണ്ടോ, ഇത് ബാലൻസ് ശരിക്കും പറയുന്നത് നമ്മൾ ഇമോഷണൽ സൈഡ് ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് ബാലൻസ് ആണ്. ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന 2 കാർഡും, ഒന്ന് മാസ്കുലൈൻ ഫെമിനൈൻ, നമ്മുടെ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡ്. നിങ്ങൾ വളരെയധികം ബാലൻസിലേക്ക് വരും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കാണുന്നത്.
ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരും. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. ഓക്കെ, അതിപ്പോൾ ഫാമിലിയിലാവാം, കരിയറിലാവാം, ഏത് കാര്യത്തിലായാലും ഐ തിങ്ക് നിങ്ങളുടെ ഒരു ബാലൻസ് ആണ് വരുന്നത്. ഓക്കെ, ഒരുപാട് കോൺഫ്ലിക്ട്സും ഇതും നിങ്ങൾ ഫേസ് ചെയ്ത് ഐ തിങ്ക് നിങ്ങൾ തന്നെ ഗ്രോ ചെയ്യണം. നിങ്ങളുടെ ഓൺ വളർച്ചയാണ് എനിക്കിവിടെ കാണുന്നത്. കുറച്ച് പേർക്കെങ്കിലും ജോലി സ്ഥലത്തുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളായിരിക്കാം, ഫാമിലിയിൽ കുറച്ചുകൂടി റെസ്പെക്ട് കിട്ടുന്ന തരത്തിൽ എന്ന് പറയാം. അങ്ങനെ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്. അബണ്ടൻസിലേക്ക് നിങ്ങൾ വരികയാണ്. എനിക്ക് ആ അബണ്ടൻസിലേക്ക് വരാൻ പക്ഷേ നിങ്ങൾ എന്ത് തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരു ബാലൻസ് ചെയ്ത് ഓക്കെ നിങ്ങൾ ഒരു എന്താ പറയുക വളരെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഓക്കെ, നിങ്ങൾ കോംപ്രമൈസിൽ എല്ലാവരെയും കൂടി ചേർത്ത് ഐ തിങ്ക് കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്ക് നല്ല അബണ്ടൻസ് നിങ്ങൾക്ക് കൊണ്ടുവരും ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്ന അതാണ്. ആ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ക്ലാഷസ് നിങ്ങളുടെ ഉണ്ടാവും. അത് എൻഡായിട്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ലെവലിലേക്ക് നിങ്ങൾ ഉയരും ചെയ്യും. ഓക്കെ, അതാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്. ആൻഡ് സർപ്രൈസ് 3 കാർഡ് എടുക്കാം അല്ലേ. ഒബ്സഷൻ ആൻഡ് ഹോബി. ഓക്കെ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ തന്നെ തീരുമാനിക്കും ദാറ്റ് ഐ മീൻ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കും ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തന്നെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ഒരു ജോലി കരിയർ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒബ്സഷൻ എന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ആക്ച്വലി ആ 5 ഓഫ് സോർഡ്സും 5 ഓഫ് വോൺസിൻ്റെയും നമ്മൾ പറയാറുണ്ട് ഏത് ഫൈറ്റ്സ് നിങ്ങൾ ചെയ്യണം എന്ന് തീരുമാനം. അതായത് ചില സമയത്ത് നമ്മളവിടെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ചില കോംപ്രമൈസ് രീതിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏതാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, ഏതാ ഫൈറ്റ് ചെയ്യേണ്ടാത്തത് നിങ്ങൾ തീരുമാനം എടുക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു ഒബ്സസ് ചെയ്യേണ്ട, നിങ്ങൾ ഒരുപാട് ഒബ്സസ് ചെയ്യേണ്ട എന്നാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ലൈക്ക് കോൺഫ്ലിക്ട്സ് നടക്കുന്നു എന്നാലോചിച്ച് നിങ്ങൾ ഒരുപാട് വറി ചെയ്യേണ്ട എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ സർപ്രൈസ് കാണുന്നുണ്ട്. സോ ദൈവം നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ച് പേർക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്, എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാം, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഡ്രീം നടക്കും എന്ന രീതിക്ക് സർപ്രൈസ് ചിലപ്പോൾ ഇതായിരിക്കാം. നിങ്ങളുടെ ഒരു ഡ്രീം എന്തെങ്കിലും നടക്കുന്ന പോലെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ആക്ച്വലി ഇത് രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അബണ്ടൻസ് വരുന്നതായിട്ടും എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്ന പറയാം, പ്രൊമോഷൻ കിട്ടുന്ന പറയാം, സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് നടക്കും എന്ന രീതിക്കായിരിക്കാം സർപ്രൈസ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഓക്കെ, അതാണ് പൈൽ 1 നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, നമുക്ക് പൈൽ 2 ലീവാം. ഡക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താ നോക്കാം. കുറച്ച് കാണുന്ന സാധനം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്, ക്ലിയർ ആയിട്ട് കാണുള്ളൂ. ഓക്കെ, പൈൽ 2 നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്ന യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ്, നിങ്ങൾക്ക് ഉള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് എന്താണ്, യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് നിങ്ങൾക്ക് എന്താണ്. Knight of Wands, 10 of Swords, 10 of Swords, Ace of Cups, wow, and 9 of Cups, wow, beautiful. Okay, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗിഫ്റ്റ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്, നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ ആലോചിച്ച ഒരു കാര്യം, നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിന് നിങ്ങൾ ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, സോ അതിൽ പക്ഷേ ഐ തിങ്ക് നിങ്ങൾ തടസ്സങ്ങൾ ഫേസ് ചെയ്ത് കാണാം. ഓക്കെ, 10 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. മേ ബി ആ ഒരു ആദ്യത്തെ തുടക്കം എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾ വിചാരിച്ച പോലെ ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. ഓക്കെ, ചില കാര്യങ്ങൾ എൻഡായി പോയിട്ടുണ്ടാവും. മീൻസ് നിങ്ങൾ തുടങ്ങി പക്ഷെ അത് എൻഡായി എന്ന രീതിയിൽ. പക്ഷേ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ് ശരിക്കും യൂണിവേഴ്സ് ഒന്നുമില്ലെങ്കിൽ അതിലും നല്ലത് നിങ്ങൾക്ക് തരുന്നു എന്നാണ്. ലൈക്ക് നിങ്ങൾ കരുതിയയിലും വലുതെന്തോ നിങ്ങൾക്ക് തരാൻ പോകുന്നു, നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരാൻ പോകുന്നു. ആക്ച്വലി നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആഗ്രഹം നടക്കും എന്ന രീതിയിൽ തന്നെയാണ്. സെലിബ്രേഷൻസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു, ഹാപ്പിനെസ് വരുന്നു എന്ന രീതിയിലാണ്. സോ ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ നിന്നു പോയ കാര്യം, ലൈക്ക് നിങ്ങൾ തുടങ്ങി വെച്ച കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ തടസ്സം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച സപ്പോർട്ട്, ലൈക്ക് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചാൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിംഗ് സംഭവിച്ചു. ചീറ്റിംഗ് എന്ന് പറയുന്നില്ല, ബാക്ക് സ്റ്റാബിങ് എന്നാണ് മെയിൻലി. ചില കാര്യങ്ങളുടെ നഷ്ടം. ഓക്കെ, മേ ബി ഇതിൽ വല്ല ലോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയിലായാലും ശരി, വീട്ടിൽ ഫാമിലിയിലൊക്കെ ആയാലും ശരി, എന്തെങ്കിലും നിങ്ങൾ ലോസ് ഫേസ് ചെയ്ത് കാണാം. ഓക്കെ, അത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ പകരം യൂണിവേഴ്സിലേക്ക് ഡബിൾ ട്രിപ്പിൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നു, ചിലപ്പോൾ ജോലി പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, സന്തോഷങ്ങളാണ്, റിലേഷൻഷിപ്പ് പുതിയത് വരുന്നതായിരിക്കാം, ഒരു വ്യക്തി പുതിയത് വരുന്നതായിരിക്കാം.
എന്തോ വളരെയധികം നിങ്ങളെ മനസ്സുകൊണ്ട് ലൈക്ക് ഇമോഷൻസ് നിങ്ങളുടെ ഹാപ്പി ആവാൻ പോവാണ്. ഓക്കെ, ആക്ച്വലി ഈവൻ ഇതും വിഷ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തിയായിരിക്കാം വരുന്നത്, ഒരു ജോലിയായിരിക്കാം കിട്ടുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്തോ നടക്കാൻ പോവാണ്. ഓക്കെ, അതിന് ആദ്യം ഐ തിങ്ക് കുറച്ചൊരു തടസ്സം വന്നു. ഓക്കെ, ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോയി. പക്ഷെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിലും വലുത് അല്ലെങ്കിൽ അതിലും നല്ലത്, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ അതിനെ ചില എൻഡിങ്സ് ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരിക, അങ്ങനെയാവാം. ഓക്കെ, അപ്പം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇപ്പം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഐഡിയാസ് വളരെയധികം ഐ തിങ്ക് നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസിൻ്റെ സക്സസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ഐഡിയാസിൻ്റെ ഒരു സക്സസ്ഫുൾ പ്ലാനിങ്, യെസ്, ഐഡിയാസ് തന്നെയാണ് വീണ്ടും വീണ്ടും കാണുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ. ഓക്കെ, 10 of Swords മാത്രം ഒന്ന്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളിട്ട ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് എന്തെങ്കിലും ചില ലോസസ് വന്ന് കാണാം, അങ്ങനെയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ പുതിയ തുടങ്ങിയത്, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ജോലി തുടങ്ങി, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, അതിലും മേ ബി ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല, അങ്ങനെയാവാം. എന്തു തന്നെ ആയാലും നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം, ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു എന്നാണ് ഇവിടെ. ആ ഗുഡ് ന്യൂസ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ പുതിയ വേറെ നല്ലൊരു ജോലി, നല്ലൊരു കരിയർ, നല്ലൊരു റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരാം. നിങ്ങളുടെ ആഗ്രഹം പോലെ ഡ്രീംസ് നടക്കുന്നു എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. 3 of Cups നമ്മൾ സെലിബ്രേഷൻ ആണ്. ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഒരു മീറ്റിംഗ്, ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ സെലിബ്രേഷൻ, ഫാമിലിയുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഈ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എത്തും. നിങ്ങൾക്ക് ഇടയിൽ ചില തടസ്സങ്ങൾ വന്നു, ചില നഷ്ടങ്ങൾ വന്നു. ഐ തിങ്ക് യെസ്, ചില ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ യെസ്, കണ്ടോ, ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ കുറച്ചുകൂടി ഡെവലപ്പിംഗ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ തുടങ്ങി വെച്ചു ചിലത്, അതിൻ്റെ ഡെവലപ്പിംഗ് കാണാം, ആൻഡ് അത് നിങ്ങൾക്ക് സന്തോഷങ്ങൾ കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ്. സോ ഇതിവിടെ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ കണക്ട് ആവുന്നു നോക്കുക. റിലേഷൻഷിപ്സ് ആവാം, കരിയർ ആവാം, കാര്യങ്ങൾ എന്തോ ആവാം. ഓക്കെ, ഒന്ന് നോക്കാം. നമുക്ക് ഈ ഡെക്കുന്ന കൂടി ഞാൻ എടുത്തേക്കാം. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഡെസ്റ്റിനി, ട്രസ്റ്റ്, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ വർക്ക്. അഗൈൻ ഡ്രീം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന പോലെയാണ്. രണ്ട് പൈലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ എന്തോ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നു എന്നാണ് കേട്ടോ. എനിക്ക് എന്തായാലും നിങ്ങൾക്ക് ഡെസ്റ്റിനി, നിങ്ങൾക്ക് നല്ലൊരു ഡെസ്റ്റിനി യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. ട്രസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ചില ഇടയിൽ ചില തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് ചില എൻഡിങ്സ് അവിടെ ആവശ്യമായതുകൊണ്ടാണ്. ഓക്കെ, ചില കാര്യങ്ങൾ അവസാനിക്കണം, എന്നാൽ മാത്രമേ ചിലത് വേറെ നല്ലത് പുതിയത് വരുള്ളൂ. ഓക്കെ, ഇത് വിഷമം തന്നെയാണ്, വേദന തന്നെയാണ്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ആ വിഷമം, വേദന, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും നടക്കാതെ പോയ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് വെക്കുക. അതായത് നിങ്ങൾക്ക് വേറെ എന്തോ വലിയ നല്ലത് വരാനാണ് എന്ന്. നിങ്ങളുടെ ഡ്രീംസ് സക്സസ് ആവാൻ വേണ്ടി ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ചിലത് നടക്കാതെ ആവണം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഡെസ്റ്റിനി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ ആ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ്. ആൻഡ് വർക്ക് റിലേറ്റഡ് ആണ്. സോ മേ ബി ചിലർക്ക് ഞാൻ പറഞ്ഞ പോലെ പുതിയ ജോലി, പുതിയ കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സക്സസ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ട് പോവാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങൾ ഇടേണ്ട എഫേർട്ട് നിങ്ങളിടാം. ഓക്കെ, യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ മോട്ടിവേഷൻ കളയണ്ട. ഓക്കെ, എന്തെങ്കിലും ബാക്ക് സ്റ്റാബിങ് വന്നു, നഷ്ടം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്നു, ഇങ്ങനെ ഇതാകുമ്പോഴേക്കും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, മോട്ടിവേഷൻ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഇത് തരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് കൊണ്ട് തരാനാണ്. ഓക്കെ, സോ ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് വാൻഡ്സും ഒക്കെ ഓർമ്മ വയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പുതിയത് എന്തൊക്കെയോ ബ്ലെസ്സിങ്സ് ഒരുപാട് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.